ഇന്ത്യക്ക് വേണ്ടി അയാൾ 12 ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 9 T20 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്രാവശ്യത്തെ IPL താരലേലത്തിൽ അയാൾ അൺക്യാപ് പ്ലെയർ എന്ന കാറ്റഗറിയിലാണ് തന്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഷേക്സ്പിയർ ഈ കാലത്തായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഹാംലെറ്റ് പോലെയോ മാക്ബത്ത് പോലെയോ ഒരു ദുരന്ത പര്യവസായിയായ ഒരു ക്ലാസിക് സൃഷ്ടി തന്നെ രചിച്ചേനെ. കാരണം അത്രത്തോളമുണ്ട് ഒരു കാലത്തെ ഇന്ത്യൻ ടീമിലെ ലോകകപ്പ് ടീമിലേക്ക് ഇടം പിടിച്ച, പിന്നീട് ലോകകപ്പിന് ശേഷം ഏതോ സമസ്യകളിൽ വീണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം ചുരുങ്ങിയ ആ മനുഷ്യന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കഥകൾ. അയാളുടെ പേര് വിജയ് ശങ്കർ എന്നാണ്. ഒരു കാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ 3 ഡയമെൻഷണൽ പ്ലെയർ, അതായത് 3D പ്ലെയർ. കഴിഞ്ഞ ദിവസമാണ് IPL മിനി താരലേലത്തിനുള്ള 350 താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. ആ പട്ടിക പുറത്തുവിട്ടപ്പോൾ ശ്രദ്ധേയമായത് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറായ വിജയ് ശങ്കറിന്റെ പേരായിരുന്നു. ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ 12 ഏകദിന മത്സരങ്ങളിലും 9 T20 മത്സരങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ കളിച്ചിട്ടുണ്ടെങ്കിലും അൺക്യാപ് താരങ്ങളുടെ പട്ടികയിലാണ് ശങ്കറിന്റെ പേരുള്ളത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ദേശീയ ടീമിനായി ഒരു മത്സരം പോലും കളിക്കാത്ത താരങ്ങളെ മാത്രമാണ് അൺക്യാപ് താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം നൽകാറുള്ളത്. അതുമല്ലെങ്കിൽ അവസാന 5 വർഷങ്ങളിൽ ദേശീയ ടീമിനായി കളിക്കാത്ത താരങ്ങളെയാണ് ഇങ്ങനെയൊരു ലിസ്റ്റിൽ താരങ്ങളായി ലേലത്തിൽ പരിഗണിക്കുക. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ടെസ്റ്റോ ഏകദിനമോ T20യോ അങ്ങനെയുള്ള മത്സരങ്ങളിലൊന്നും ദേശീയ ടീമിൻ്റെ പ്ലേയിങ് 11-ൽ എത്താത്ത താരങ്ങളെയാണ് ഇത്തരത്തിൽ പരിഗണിക്കുക എന്നർത്ഥം. ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമായിരിക്കും ഈ പരിഗണന ലഭിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മഹേന്ദ്ര സിംഗ് ധോണി ഈ തരത്തിൽ ലേലത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഇത്തരമൊരു നിയമം IPL ഗവേണിംഗ് കമ്മിറ്റിയിൽ ഉണ്ട് എന്ന കാര്യം പോലും ലോകം അറിയുന്നത്. ധോണിക്ക് വേണ്ടി പ്രത്യേകം എഴുതിക്കൂട്ടിയ നിയമമെന്ന പോലെയാണ് ആ നിയമത്തെ കഴിഞ്ഞ തവണ ആരാധകർ കണ്ടത്. ഇവിടെ ഇപ്പോൾ വിജയ് ശങ്കറും ധോണിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് ധോണി നേരത്തെ വിരമിച്ച താരമാണ് എന്ന് നമുക്കറിയാം. 2019 ഏകദിന ലോകകപ്പിന് ശേഷം ധോണി വിരമിച്ചതിന് 5 വർഷങ്ങൾക്ക് ശേഷമാണ് അൺക്യാപ് ലിസ്റ്റിൽ ധോണി CSKയിലെത്തുന്നത്. ഇവിടെ പക്ഷേ വിജയ് ശങ്കർ എന്ന താരം ഇതുവരെയും റിട്ടയർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ 13 വർഷം നീണ്ട തമിഴ്നാടുമായുള്ള രഞ്ജി കരാർ ബന്ധം നിർത്തലാക്കിയതിനു ശേഷം താരതമ്യേന ചെറിയ ടീമായ ത്രിപുരയിലേക്ക് അദ്ദേഹം മാറി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആഭ്യന്തര മത്സരങ്ങളിലെ സ്റ്റാറ്റിക്സ്. അവസാനമായി അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരം കളിച്ചതാവട്ടെ 2019 2019 ഏകദിന ലോകകപ്പിൽ. അപ്പോഴാണ് നമ്മുടെ ഓർമ്മകൾ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചെത്തുക. 2019 ഏകദിന ലോകകപ്പിൽ അമ്പാട്ടി റായിഡുവിന് പകരം ഇന്ത്യക്കായി കളിച്ച താരമാണ് വിജയ് ശങ്കർ. അന്ന് ചീഫ് സെലക്ടറായിരുന്ന MSK പ്രസാദ് വിജയ് ശങ്കറെ 3 ഡയമെൻഷണൽ പ്ലെയർ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. 3D പ്ലെയർ. ഇന്ത്യയുടെ 4ാം നമ്പറായി അപ്രതീക്ഷിതമായി 2019 ലോകകപ്പ് ടീമിലെത്തിയ ശങ്കർ 3-4 മത്സരങ്ങൾക്ക് ശേഷം പരിക്ക് കാരണം ലോകകപ്പിൽ നിന്നും പുറത്തു പോവുക കൂടി ചെയ്തതോടെ ശങ്കറിന്റെ കരിയറിന്റെ നാടകീയത അന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. 2019 ലോകകപ്പിന്റെ സമയത്ത് എല്ലാവരും അമ്പാട്ടി റായിഡുവോ അല്ലെങ്കിൽ ഋഷഭ് പന്തോ ലോകകപ്പ് ടീമിലെത്തുമെന്ന് കരുതിയെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് വിജയ് ശങ്കർ ചിത്രത്തിലേക്ക് വരുന്നത്. അന്ന് അമ്പാട്ടി റായിഡുവിനെ തഴഞ്ഞ് ശങ്കറിനെ ടീമിലെടുക്കുമ്പോൾ സെലക്ടർമാർ നേരത്തെ പറഞ്ഞതുപോലെ 3D പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ശങ്കറിന് ബാറ്റ് ചെയ്യാനും അറിയാം, ബോൾ ചെയ്യാനും അറിയാം, ഫീൽഡ് ചെയ്യാൻ അറിയാം, 3 ഡയമെൻഷനിലാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ആ ഒരു സെലക്ഷനെ അവർ വിശദീകരിച്ചത്. അന്ന് ആ തീരുമാനം ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിവെച്ചു. ഇതിനെ ട്രോളിക്കൊണ്ട് നിരാശനായ അമ്പാട്ടി റായിഡു തന്നെ അന്ന് രംഗത്തെത്തുകയും ചെയ്തു. സെലക്ടർമാരെ കളിയാക്കിക്കൊണ്ട് ലോകകപ്പ് കാണാനായി ഞാനൊരു 3D കണ്ണട വാങ്ങാൻ ഓർഡർ കൊടുത്തു എന്ന മട്ടിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തതോടെ ആരാധകരും അത് ഏറ്റെടുത്തിരുന്നു. 2019 ഏകദിന ലോകകപ്പിന്റെ സമയത്ത് ചിലർ ഈ കളിയാക്കലിന് അമ്പാട്ടി റായിഡുവിന് പിഴശിക്ഷ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അമ്പാട്ടിയുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നായിരുന്നു അന്നത്തെ BCCIയുടെ പ്രതികരണം. പിന്നീട് വിജയ് ശങ്കറിനും ശിഖർ ധവാനും ഒക്കെ പരിക്കേണ്ടെങ്കിലും റായിഡുവിനെ മാത്രം പക്ഷേ ഇന്ത്യൻ സെലക്ടർമാർ ടീമിലേക്ക് വിളിച്ചുമില്ല ആ ലോകകപ്പിൽ. ഇതിൽ അരിശം പൂണ്ട് വിരമിക്കലും അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചിരുന്നു അമ്പാട്ടിയെന്ന്. പിന്നീട് ആ തീരുമാനം പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അമ്പാട്ടി സെലക്ഷന് കൊതിച്ചെങ്കിലും പ്രായക്കൂടുതൽ പറഞ്ഞ് സെലക്ടർമാർ പിന്നെ കരിഞ്ഞതുമില്ല, ടീമിലെടുത്തതുമില്ല. ഇനി ശങ്കറിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ശങ്കറിന്റെ കരിയറിനും ഒരുപാട് നാടകീയതകളുണ്ട്. ശങ്കർ ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തിയത് ഹാർദിക് പാണ്ഡ്യയുടെയും KL രാഹുലിന്റെയും വിവാദമായ ആ കാപ്പി കുടിയെ തുടർന്നാണ്. ഓർക്കുന്നില്ലേ, കരൺ ജോഹർ അവതാരകനായ കോഫി വിത്ത് കരൺ ഷോ എന്ന ആ ഒരു ഷോ. ആ ഷോയിലെ വിവാദ ലൈംഗിക പരാമർശങ്ങളെ തുടർന്ന് ഇരുവരെയും, രാഹുലിനെയും ഹാർദിക് പാണ്ഡ്യയെയും BCCI സസ്പെൻഡ് ചെയ്തപ്പോൾ പകരക്കാരനായി വിജയ് ശങ്കർ ടീമിലെത്തുന്നു. ആ സമയത്ത് ന്യൂസിലാൻഡിനെതിരെ ഭേദപ്പെട്ട 2 ഇന്നിംഗ്സുകൾ കളിച്ചത് തുണയാവുന്നു. എങ്കിലും അതൊട്ടും ലോകകപ്പ് ടീമിലേക്ക് നേരിട്ട് സെലക്ഷൻ കിട്ടുന്ന പ്രകടനമൊന്നുമായിരുന്നില്ല. അതിനുശേഷം വന്നു ആ വർഷത്തെ IPL സീസൺ. ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുമെന്ന് കരുതിയ അമ്പാട്ടി റായിഡു തീർത്തും നിറമങ്ങിയതോടെ ശങ്കർ അവസാന നിമിഷം റായിഡുവിന് പകരം ഒരു സർപ്രൈസ് പാക്കേജായി ലോകകപ്പ് ടീമിലെത്തുന്നു. പക്ഷേ ശക്തമായ ബാറ്റിംഗ് നിര ആയതിനാൽ ലോകകപ്പ് മുഴുവനും പകരക്കാരനായി ഒരു സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ വിധി എന്ന് കരുതിയവരായിരുന്നു ക്രിക്കറ്റ് ആരാധകർ. വേണമെങ്കിൽ ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങാം എന്ന സ്ഥിതിയിലായിരുന്നു ആദ്യ മത്സരങ്ങൾ.
എന്നാൽ വിധി വീണ്ടും ശങ്കറിന് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2019 ഏകദിന ലോകകപ്പിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരശേഷം ടീമിലെ സ്ഥിരം ഓപ്പണർ ശിഖർ ധവാൻ പരിക്ക് കാരണം പുറത്തായതോടെ ശങ്കർ പ്ലേയിങ് 11-ലും എത്തുന്നുവെന്ന്, അതും കൊട്ടിഘോഷിക്കപ്പെട്ട 4-ാം നമ്പറിൽ തന്നെ. വലിയ സ്കോറൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഭാഗ്യം അന്ന് പക്ഷേ ശങ്കറിനൊപ്പമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള ആ മത്സരത്തിൽ പ്രധാന ബോളറായ ഭുവനേശ്വർ കുമാറിന് പരിക്കേറ്റതോടെ പന്ത് കയ്യിലെടുത്ത വിജയ് ശങ്കർ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു നിർണായക വഴിത്തിരിവ് ഇന്ത്യക്ക് നൽകുകയും ചെയ്തു വന്നു. അങ്ങനെ എല്ലാം ഭദ്രമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ ലോകകപ്പ് പരിശീലനത്തിനിടെ ജസ്പ്രീത് ബുംറയുടെ പന്ത് കൊണ്ട് പരിക്കേറ്റ് വിജയ് ശങ്കറിന് ടീമിൽ നിന്നും പുറത്തു പോവേണ്ടി വരുന്നത്. നാടകീയമായ ലോകകപ്പ് ദിനങ്ങൾക്ക് അപ്രതീക്ഷിതമായതും എന്നാൽ കാവ്യാത്മകവുമായ ഒരു അന്ത്യം എന്ന് തന്നെ പറയാം. പിന്നീട് ഇന്നുവരെ ശങ്കർ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. മാത്രവുമല്ല IPL അടക്കമുള്ള ടൂർണമെന്റുകളിൽ ഏറ്റവും നിറമങ്ങിയ രൂപത്തിലാണ് ശങ്കറിന്റെ ഫോമും എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരുന്ന ശങ്കറിന് കാര്യമായൊന്നും തിളങ്ങാനായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ മാത്രമല്ല, അതിനു മുമ്പത്തെ സീസണിലും അദ്ദേഹത്തിന് കാര്യമായി IPL തിളങ്ങാനായിട്ടില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ 1.2 കോടി രൂപയ്ക്കായിരുന്നു ചെന്നൈ ശങ്കറിനെ ടീമിലെത്തിച്ചത്. കരിയറിൽ ചെന്നൈക്ക് പുറമെ ഡൽഹി ഡെയർ ഡെവിൾസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകൾക്കായും ശങ്കർ കളിച്ചിട്ടുണ്ട്. IPL-ൽ 7 അർദ്ധ സെഞ്ചുറികളടക്കം 129.78 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 1233 റൺസും വെറും 9 വിക്കറ്റുമാണ് ഈ മീഡിയം പേസ് ഓൾറൗണ്ടറുടെ ആകെയുള്ള സമ്പാദ്യം. ഇപ്പോഴിതാ മറ്റൊരു അധ്യായമെന്ന പോലെ IPL-ലേക്കും അൺക്യാപ്ഡ് കാറ്റഗറിയിലേക്ക് അയാൾ ലേലത്തിൽ തൻ്റെ പേര് നിശ്ചയിച്ചുകൊണ്ട് കളിക്കാനെത്തുകയാണ്. ഏതെങ്കിലും ടീം അദ്ദേഹത്തെ എടുക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു.